Hi students, MCOM first semester MCO 4 Political Environment നാലാമത്തെ യൂണിറ്റ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റോൾ ഓഫ് ഗവൺമെൻറ്, അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റോള് എന്തൊക്കെയാണ്. മെയിനായിട്ട് ഗവൺമെൻറ് 4 രീതിയിലുള്ള അല്ലെങ്കിൽ 4 റോളുകളാണ് പ്ലേ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ റെഗുലേറ്ററി റോൾ, സെക്കൻഡ് വൺ പ്രൊമോഷണൽ റോൾ, തേർഡ് വൺ എന്റർപ്രണറിയൽ റോൾ ആൻഡ് ഫോർത്ത് വൺ പ്ലാനിംഗ് റോൾ. ഫസ്റ്റ് വൺ റെഗുലേറ്ററി റോൾ, സെക്കൻഡ് വൺ പ്രൊമോഷണൽ റോൾ, തേർഡ് വൺ എന്റർപ്രണറിയൽ റോൾ ആൻഡ് ഫോർത്ത് വൺ പ്ലാനിംഗ് റോൾ. ഇങ്ങനെ 4 റോളുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഗവൺമെന്റ്. ആദ്യത്തെ വരുന്നത് റെഗുലേറ്ററി റോൾ, അതായത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. ഇവിടെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് റെഗുലേറ്റ് ബിസിനസ് ആക്ടിവിറ്റീസ് യൂസിങ് ഡയറക്റ്റ് മെഷേഴ്സ് ആൻഡ് ഓർ ഇൻഡയറക്റ്റ് മെഷേഴ്സ്, അതായത് ഡയറക്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇനി ഡയറക്റ്റ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റെഗുലേഷൻ റെഫേഴ്സ് ടു മെഷേഴ്സ് which are applicable at the discretion of administrative authorities. അതായത് അതിനുള്ള എക്സാമ്പിൾ പറയുന്നത് ഫിക്സേഷൻ ഓഫ് മാക്സിമം ആൻഡ് മിനിമം പ്രൈസസ് ഓഫ് കമോഡിറ്റീസ്, അതായത് ഡയറക്റ്റീവായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത് അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. ഫിക്സേഷൻ ഓഫ് മാക്സിമം ആൻഡ് മിനിമം പ്രൈസസ് ഓഫ് കമോഡിറ്റീസ്, നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, അടുത്തത് അലോക്കേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഫോർ ഇമ്പോർട്ട്സ്, നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ്, ഇമ്പോർട്ട്സിലായാലും എക്സ്പോർട്ട്സിലായാലും എത്ര ക്വാണ്ടിറ്റിയാണ് അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ്. അതേപോലെ തന്നെ റേഷനിങ് സപ്ലൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെർട്ടിക്കുലർ ഗുഡ്സ്, അതായത് പ്രത്യേക ഗുഡ്സുകൾ എങ്ങനെയൊക്കെയാണ് സപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഡയറക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ആരെടുക്കുന്നു, നമ്മുടെ ഗവൺമെന്റ് എടുക്കുന്നു. അതേപോലെ തന്നെ വേറൊരു പോയിന്റ് പറയാണ് റിസർവേഷൻ ഓഫ് പ്രോഡക്ട്സ് ഫോർ എക്സ്ക്ലൂസീവ് മാനുഫാക്ചർ in small scale units, another example of direct control. ഡയറക്റ്റീവ് ആയിട്ടുള്ള കൺട്രോളിന് വേറൊരു എക്സാമ്പിൾ ആണ് റിസർവേഷൻ ഓഫ് പ്രോഡക്ട്സ് ഫോർ എക്സ്ക്ലൂസീവ് മാനുഫാക്ചർ ഇൻ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ്, അതായത് സ്മോൾ സ്കെയിൽ യൂണിറ്റിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പ്രൊഡക്ഷൻ നടത്തിയാൽ മതി. അതിനെക്കുറിച്ച് അല്ലാന്നുണ്ടെങ്കിൽ അതെന്താണ് റിസർവേഷൻ ചെയ്യാം, ഏത് പ്രൊഡക്റ്റ് ആണ് എത്രത്തോളമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി വിച്ച് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ ഡീസെൻട്രലൈസേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ, അതായത് ഇത് എന്തിന് യൂസ്ഫുൾ ആണ്, ഡീസെൻട്രലൈസേഷൻ അതേപോലെ തന്നെ ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ, അതായത് ഇപ്പൊ റൂറൽ ഏരിയാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ എന്താണ് ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് ഏതിലൂടെ സാധിക്കാം, ഇങ്ങനെ ഈ സ്മോൾ സ്കെയിൽ യൂണിറ്റിലൂടെ അല്ലെങ്കിൽ അത് ഉണ്ടാകുന്നതിലൂടെ സാധിക്കാം. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻഡയറക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഇൻഡയറക്റ്റീവ് മെഷേഴ്സ് ഓഫ് ഗവൺമെന്റ് കൺട്രോൾ. അവിടെ പറയുന്നത് ദീസ് റെഗുലേഷൻ മേ കൺസിസ്റ്റ് ഓഫ്, അതായത് ഇൻഡയറക്റ്റ് റെഗുലേഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ഓഫ് റൂൾസ് ലെയ്ഡ് ഡൗൺ, അതായത് പ്രധാനമായിട്ടും റൂളുകൾ കൊണ്ടുവരിക, whereby private activities are automatically controlled. These regulations may consist of legislative measures or rules laid down whereby private activities are automatically controlled. ഇനി വേറൊരു എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി കൺട്രോൾസ്, പണപരമായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതൊക്കെ എന്താണ് ഇൻഡയറക്റ്റ് കൺട്രോളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മേ ഇൻക്ലൂഡ്, ഇനി അതിലോ ഇപ്പോൾ ഫിസ്ക്കൽ കൺട്രോൾ അതേപോലെ തന്നെ മോണിറ്ററി കൺട്രോൾ എന്നൊക്കെ പറഞ്ഞു. ഇനി അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടാക്സ് മെഷേഴ്സ്, കസ്റ്റംസ് താരിഫ്,
അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്, ലോൺസ്, റെഗുലേറ്റിംഗ് മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ് ക്രിയേഷൻ, ഗ്രാൻഡിംഗ് സബ്സിഡീസ് ടു പെർട്ടിക്കുലർ ഇൻഡസ്ട്രീസ്. ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾസ് ആണെന്ന് പറയുന്നത്? ഇൻഡയറക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സിന് എക്സാമ്പിൾസ് ആണ്. അതായത് ചുരുക്കത്തില് റെഗുലേറ്ററി റോൾ ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ റെഗുലേറ്ററി ഫംഗ്ഷൻസിൽ കുറെ കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഡയറക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇൻഡയറക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സുകളും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മൊത്തത്തില് റെഗുലേറ്ററി റോൾ എന്ന ആ ഒരു പോയിന്റിൽ വരുന്നത് laying down conditions under which private enterprises would be permitted to enter certain business field. അതായത് ചില ഫീൽഡിൽ ആര് വരിക? പ്രൈവറ്റ് എന്റർപ്രൈസസ് വരിക. ഓർ അവൈൽ ഓഫ് പബ്ലിക് ഫെസിലിറ്റീസ് ആൻഡ് സ്കേഴ്സ് റിസോഴ്സസ്. അങ്ങനെയുള്ളവർക്ക് എന്താണ്? പബ്ലിക് ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആക്കുക. അതേപോലെ തന്നെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ അവർക്ക് എന്താണ്? അവൈലബിൾ ആക്കുക. അതിനുള്ള എക്സാമ്പിൾസും തന്നിട്ടുണ്ട്. പെർമിറ്റിംഗ് എൻട്രി ഇൻ ടു ഓയിൽ എക്സ്പ്ലോറേഷൻ ഓൺ ഇഷ്യൂ ഓഫ് ലൈസൻസ്. അതായത് ഓയിൽ എക്സ്പ്ലോറേഷൻ ഫീൽഡിൽ എന്താണ്? പെർമിഷൻ കൊടുക്കുക. ഓൺ ഇഷ്യൂ ഓഫ് ലൈസൻസ്, എന്ത് മുഖാന്തരം? ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ അവർക്ക് എൻട്രി നടത്താനായിട്ട് സാധിക്കുമല്ലോ. സെക്കൻഡ് പോയിന്റ് പറയുന്നത് റെഗുലേറ്റിംഗ് ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ബൈ ലേയിങ് ഡൗൺ റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് മാനേജ്മെന്റ്. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ലോ ഫോർ റെഗുലേറ്റിംഗ് വർക്കിംഗ് കണ്ടീഷൻസ് ഇൻ ഫാക്ടറീസ്, ഫിക്സിംഗ് സീലിംഗ് ഓൺ മാനേജീരിയൽ റെമ്യൂണറേഷൻ എക്സെട്ര. അതായത് ഫാക്ടറികളിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഫിക്സിംഗ് സീലിംഗ് ഓൺ മാനേജീരിയൽ റെമ്യൂണറേഷൻ. അതായത് മാനേജീരിയൽ റെമ്യൂണറേഷൻ എന്താണ്? ഒരു സീലിംഗ്, അതായത് മിനിമം ഇത്ര, മാക്സിമം ഇത്ര എന്നൊക്കെ പറയുന്നതാണല്ലോ ഈ സീലിംഗ് എന്ന് പറയുന്നത്. ഇത്രേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ്, കൺട്രോളിംഗ് ദ അക്രൂവൽ ഓർ ഡിസ്പോസൽ ഓഫ് ഇൻകം എങ്ങനെയൊക്കെയാണ് അവർ ഡിസ്പോസ് നടത്തുന്നത്, അതിന്റെ എന്താണ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുക. അതിനുള്ള എക്സാമ്പിൾ പറയുന്നുണ്ട് ലെവി ഓഫ് എക്സസ് പ്രോഫിറ്റ് ടാക്സ്, സീലിംഗ് ഓൺ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര. അതായത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ അതിനൊരു മാക്സിമം ലിമിറ്റ് ഏർപ്പെടുത്തുക. ആൻഡ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് റെഗുലേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. Regulating the relationship between different interest groups or segments in the economy. ഇക്കണോമിയിലുള്ള വിവിധ ഗ്രൂപ്പുകാരുടെ അല്ലെങ്കിൽ സെഗ്മെന്റ്സിന്റെ എന്താണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? എന്താണ്? റെഗുലേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് പൊതുവായിട്ട് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്ന റെഗുലേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രൊമോഷണൽ റോൾ. സെക്കൻഡ് പോയിന്റ് ഇസ് ദ പ്രൊമോഷണൽ റോൾ. പ്രൊമോഷണൽ റോൾ ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹാസ് ബീൻ ഓഫ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് എന്നാണ് പറയുന്നത് ഇൻ ദ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ആൾസോ ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. അതായത് ഡെവലപ്ഡ് കൺട്രീസിലോ അതേപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിലോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ പ്രൊമോഷണൽ റോൾ എന്ന് പറയുന്നത് എന്താണ്? അത്രയും സിഗ്നിഫിക്കന്റ് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാം. ഫോർ എ ഡെവലപ്പിംഗ് കൺട്രി പ്രൊമോഷണൽ റോൾ ഓഫ് ഗവൺമെന്റ് ഒബ്വിയസ്ലി ഇസ് ഓഫ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് എന്നാണ് പറയുന്നത്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിൽ അല്ലെ, എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ? വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്തിനെയാണ് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുക. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഗവൺമെന്റിന്റെ പ്രൊമോഷണൽ റോൾ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഒബ്വിയസ്ലി, ക്ലിയർലി എന്താണ്? അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ മെയിൻ ആയിട്ടും 2-3 പോയിന്റുകളായിട്ട് തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് പ്രൊമോഷണൽ റോളിൽ പെടുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇനീഷ്യേറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ടു ഫെസിലിറ്റേറ്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്. അതായത് ഇനീഷ്യേറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിന്റെ എന്താണ്? ഡെവലപ്മെന്റ്. അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യപ്പെടുക. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്തൻ പവർ സപ്ലൈ, ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക്, അവൈലബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, R&D, ഗൈഡൻസ് ഫോർ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഏതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? പ്രൊമോഷണൽ റോളിൽ ഫസ്റ്റ് പോയിന്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് പറയുന്നത്
പ്രൊവൈഡ് അസിസ്റ്റൻസ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ്. എന്താണ്? പിന്നോക്ക ഏരിയാസിന്റെ ഉന്നമനത്തിന് വേണ്ടതായുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ബൈ വേ ഓഫ് സബ്സിഡീസ്. എങ്ങനെയൊക്കെയാണ് അത്? സബ്സിഡീസ്. അതേപോലെ തന്നെ അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ്, അല്ലെ? കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള റിസോഴ്സസിനെയാണ് നമ്മുടെ സ്കേഴ്സ് റിസോഴ്സസ്, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ദുർലഭമായി ലഭിക്കുന്നവ, അതിന്റെ എന്താണ്? അലോക്കേഷൻ. അതേപോലെ തന്നെ അലോട്ടിങ് ലാൻഡ് അറ്റ് കൺസെഷണൽ പ്രൈസ്, അതായത് ചെറിയൊരു പ്രൈസിൽ അവർക്ക് എന്ത് കൊടുക്കുക? ലാൻഡ് അലോട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പവർ ആൻഡ് വാട്ടർ സപ്ലൈ അറ്റ് കൺസെഷണൽ റേറ്റ്സ്. പവർ ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ ഒരു കൺസെഷണൽ റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുക. മേക്കിംഗ് അവൈലബിൾ ക്രെഡിറ്റ് ആൻഡ് ഫിനാൻസ് അറ്റ് ലോ ഇൻട്രസ്റ്റ്. അതേപോലെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എങ്ങനെയാണ്? കുറഞ്ഞ ഒരു പലിശ നിരക്കിൽ പ്രൊവൈഡ് ചെയ്യപ്പെടുക. അതേപോലെ ആൻഡ് മാർക്കറ്റിംഗ് ത്രൂ സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ. മാർക്കറ്റിംഗ് ത്രൂ സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ. മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് മുഖാന്തരം എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി തേർഡ് പോയിന്റ്, പ്രൊവൈഡിങ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി ഇൻസെന്റീവ്സ്. പ്രൊവൈഡിങ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി ഇൻസെന്റീവ്സ്, പണപരമായ ഇൻസെന്റീവ്സ് കൊടുക്കുക. അതേപോലെ തന്നെ ഫെസിലിറ്റീസ് ഫോർ ഇൻഷുറൻസ് ഓഫ് ബിസിനസ് റിസ്ക്. ഫെസിലിറ്റീസ് ഫോർ ഇൻഷുറൻസ് ഓഫ് ബിസിനസ് റിസ്ക്, അതായത് ബിസിനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് മുഖാന്തരം അത് നികത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഫോർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻഫോർമേഷൻ ഇൻപുട്ട് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് പ്രയോറിറ്റി സെക്ടേഴ്സ്, അതായത് പ്രയോറിറ്റി സെക്ടേഴ്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പ്രൊമോഷണൽ റോളിൽ പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് ആണ് എന്റർപ്രണറിയൽ റോൾ. എന്റർപ്രണറിയൽ റോൾ ഇവിടെ പറയുന്നത് എന്റർപ്രണറിയൽ റോൾ ഓഫ് ദി ഗവൺമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് that the government becomes the entrepreneur, which implies its participation in economic activities. അതായത് ഇക്കണോമിക് ആക്ടിവിറ്റീസിലൂടെ അവർ എന്ത് ചെയ്യാണ്? ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ ചെയ്യാണ്. എന്നിട്ട് ആരാകുകയാണ്? ഒരു എന്റർപ്രണർ ആവുകയാണ്. അപ്പൊ ഗവൺമെന്റ് ബിക്കംസ് എൻ എന്റർപ്രണർ ത്രൂ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. ഇനി ഈ ആക്ടിവിറ്റീസിന് പുറമെ government in developing countries assumes the entrepreneurial role even in other areas. അതായത് താഴെ പറയുന്ന കാര്യങ്ങളിലും കൂടെ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഒരു ബിസിനസിന്റെ എന്താണ്? എന്റർപ്രണർ ആയിട്ട് പ്രവർത്തിക്കുന്നു. First point, on account of the necessity of government to step in where private enterprises and private management are not conducive to public good. അതായത് ഇപ്പോ ഈ പ്രൈവറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തല്ല? ആർ നോട്ട് കണ്ടസീവ് ടു പബ്ലിക് ഗുഡ്. പബ്ലിക്കിന് അത്ര നല്ലൊരു മാനേജ്മെന്റ് അല്ല പ്രൈവറ്റ് മാനേജ്മെന്റ് എന്ന ഒരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്താണ്? അവിടെ വേണ്ടതായുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പൊ നെസസിറ്റി ഓഫ് ഗവൺമെന്റ് ടു സ്റ്റെപ്പ് ഇൻ പ്രൈവറ്റ് എന്റർപ്രൈസസ്. ഗവൺമെന്റ് ടു സ്റ്റെപ്പ് ഇൻ പ്രൈവറ്റ് എന്റർപ്രൈസസ് ആൻഡ് പ്രൈവറ്റ് മാനേജ്മെന്റ് ആർ നോട്ട് കണ്ടസീവ്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പ്രൊവൈഡിങ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ അറ്റ് അഫോർഡബിൾ റേറ്റ്സ്. അതായത് പ്രൈവറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്ര നല്ലതല്ല, സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആരവിടെ കാര്യങ്ങൾ ചെയ്യാണ്? ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്യാണ്. എക്സാമ്പിൾ ആയി പറയുന്നത് പ്രൊവൈഡിങ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ അറ്റ് അഫോർഡബിൾ റേറ്റ്സ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ടു സെക്യൂർ ബാലൻസ്ഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ഇക്കണോമി. ടു സെക്യൂർ ബാലൻസ്ഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ഇക്കണോമി. നമ്മുടെ ഇക്കണോമിയിലെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ആക്കി കൊണ്ടുപോകുക. ടു സെക്യൂർ ബാലൻസ് ഡെവലപ്മെന്റ് ഓഫ് ദ ഇക്കണോമി. To promote capital intensive industries. എന്ത് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ് involving large investment which may not be attractive to private entrepreneurs due to low return in the short run. അതായത് ഇപ്പോൾ ഇന്റൻസീവ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? അതേപോലെ തന്നെ ലാർജ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, അതായത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട സിറ്റുവേഷൻ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആര് എൻ്റർ ചെയ്യുക? ഗവൺമെന്റ് എൻ്റർ ചെയ്യുക.
വിച്ച് മേ നോട്ട് ബി അട്രാക്റ്റീവ് ടു പ്രൈവറ്റ് എന്റർപ്രണേഴ്സ്. അത് ആർക്ക് അത്ര അട്രാക്റ്റീവ്നെസ് ഉണ്ടായിരിക്കില്ല, പ്രൈവറ്റ് എന്റർപ്രണേഴ്സിന് അട്രാക്റ്റീവ്നെസ് ഉണ്ടായിരിക്കില്ല. ഡ്യൂ ടു ലോ റിട്ടേൺ ഇൻ ഷോർട്ട് റൺ, അതായത് അത് കുറച്ച് കാലത്തേക്ക് എന്തുണ്ടായിക്കൊള്ളണമെന്നില്ല, പ്രോഫിറ്റ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ലോ റേറ്റിൽ റിട്ടേൺ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയും മുതൽ മുടക്കിയിട്ട് അതെന്താണ് റിട്ടേൺ കുറച്ചു കാലത്തേക്ക് നമ്മൾ എന്താണ് ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനെന്താണ് ചിലപ്പോൾ പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് റെഡി ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു എന്റർപ്രണർ എന്ന നിലയ്ക്ക് ആര് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്? നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തിക്കണം. And next one, to take over and manage private undertakings. To take over and manage private undertakings. പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ എന്താണ് ഏറ്റെടുക്കുകയും അതേപോലെ തന്നെ അതിൻ്റെതായ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുകയും ചെയ്യുക. ഇത്രയുമാണ് ഒരു എന്റർപ്രണർ എന്ന നിലയ്ക്ക് ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. അടുത്തത് പ്ലാനിംഗ് റോൾ. തേർഡ് പോയിന്റ് ആണ് പ്ലാനിംഗ് റോൾ. അതായത് കാര്യങ്ങളൊക്കെ മുന്നേ കൂട്ടി തീരുമാനിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം റോളുകളാണ് നമ്മുടെ ഗവൺമെന്റിന് ഉള്ളത്. പ്ലാനിംഗ് റോൾ എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ദ റെഗുലേറ്ററി റോൾ. അത് ഏതുമായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്? ഗവൺമെന്റിന്റെ തന്നെ റെഗുലേറ്ററി റോളുമായിട്ട് ബന്ധമുണ്ട്. Developing countries, the objective of planned economic development has been to sure optimum use of resources for rapid economic growth. അതായത് നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനം അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് റാപ്പിഡ് ആയിട്ടുള്ള രീതിയിൽ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. നമുക്ക് ലഭ്യതയുള്ള അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? പരമാവധി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. അതിനെ വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല? റാപ്പിഡ് ആയിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ പറയുന്ന കാര്യം, continuing objective of the first 40 years of planning. Continuing objective of the first 40 years of planning ending with the 7th 5-year plan 1985 to 90. എന്തൊക്കെയാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാനിങ്ങുകൾ എന്തൊക്കെയായിരുന്നു, പ്ലാൻസുകൾ എന്തൊക്കെയായിരുന്നു? എ ടാർഗറ്റ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം, അതായത് നമ്മുടെ നാഷണൽ ഇൻകം എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. Securing higher levels of planned investment. Securing higher levels of planned investment. Reducing inequalities of income distribution. Reducing inequalities of income distribution. Providing additional employment. Providing additional employment. Alleviating critical bottlenecks with respect to agriculture production. Alleviating critical bottlenecks with respect to agricultural production. അതായത് അഗ്രികൾച്ചറൽ സാധനങ്ങളുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബോട്ടിൽനെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക? അലിവിയേറ്റിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക. അടുത്തത് മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഫോർ പ്രൊഡ്യൂസർ ഗുഡ്സ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഫോർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസർ ഗുഡ്സ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ആൻഡ് ലാസ്റ്റ് വൺ പോവർട്ടി അലിവിയേഷൻ. പോവർട്ടിക്ക് എന്ത് ചെയ്യുക? കുറയ്ക്കുക അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ എന്താണ്? നിർമ്മാർജ്ജനം നടത്തുക. ഇത്രയും പോയിന്റുകളൊക്കെയാണ് ഈ പോയിന്റിൽ പറയുന്നത്, അതായത് 4ാമത്തെ പോയിന്റിൽ പറയുന്നത്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ചേഞ്ചിങ് റോൾ ഓഫ് ഗവൺമെന്റ് വിത്ത് എവിയസ് മാർക്കറ്റ് ഇക്കണോമി. ചേഞ്ചിങ് റോൾ ഓഫ് ദ ഇക്കണോമി, അതായത് നമ്മുടെ ചേഞ്ചിങ് റോൾ ഓഫ് ദ ഗവൺമെന്റ് ഇൻ ദ മാർക്കറ്റ് ഇക്കണോമി. അതായത് മാർക്കറ്റ് ഇക്കണോമിയിൽ നമ്മുടെ ഗവൺമെന്റിന്റെ റോൾ എന്താണ്? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അതെന്തൊക്കെയാണ്? അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. By all accounts, problem that confronted the Indian economy after independence. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം അല്ലെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ലോ ഇൻകം. എന്തായിരുന്നു? ആളുകളുടെ വരുമാനം എന്ന് പറയുന്നത് എന്തായിരുന്നു? വളരെ ലോ ആയിരുന്നു. ലീഡിങ് ടു ലോ ലെവൽസ് ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് അവർക്ക് ജീവിതം കഴിച്ചു കൂട്ടാനേ എന്തില്ല? മാർഗങ്ങളില്ല. അതായത് ധനപരമായിട്ട് എന്താണ്? ഭയങ്കര വീക്കായിരുന്നു. അപ്പൊ പിന്നെ അവർക്ക് സേവിങ്സ് നടത്താനും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനൊന്നും എന്തുണ്ടായിരുന്നില്ല? ഫിനാൻഷ്യൽ സോഴ്സസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ ഇവിടുത്തെ പബ്ലിക്കിന്റെ
അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, വളരെ കഷ്ടമായിരുന്നു, ലോ ഇൻകം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലെവൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ ലെവൽസ് ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് എന്താണ്, അത്രയും കുറവായിരുന്നു, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. നാഷണൽ ലീഡേഴ്സ് recognized the need for a structural transformation in the system of production and distribution. അതുകൊണ്ട് തന്നെ നമ്മുടെ നാഷണൽ ലീഡേഴ്സിന് എന്ത് മനസ്സിലായി, നമ്മുടെ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു സെക്യൂർ എ ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത്. അതായത് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഉന്നമനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എല്ലാ കാര്യങ്ങളിലും എന്താണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നാഷണൽ ലീഡേഴ്സ് റെക്കഗ്നൈസ് ചെയ്തു. The changes could be brought about on the basis of coordinated state policies and state intervention in the economy. ഇനി നമ്മുടെ ഇക്കണോമിയിൽ സ്റ്റേറ്റ് പോളിസീസ് അതേപോലെ തന്നെ ആൻഡ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ, നമ്മുടെ ഗവൺമെന്റിന്റെ കോർഡിനേഷനും അതേപോലെ തന്നെ വിവിധ പോളിസികളിലൂടെയും അല്ലെങ്കിൽ അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, നെസസറി ആയിട്ടുള്ള ചേഞ്ചസ് ചെയ്യാനായിട്ട് തുടങ്ങി. നാഷണൽ പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻ ഓഫ് ദ ഇക്കണോമിക് പോളിസീസിന്റെയും അതേപോലെ തന്നെ സ്റ്റേറ്റിന്റെയും ഇന്റർവെൻഷൻ മുഖാന്തരം എന്താണ്, വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുന്നതിനായിട്ട് തുടങ്ങി. ഗവൺമെന്റ് അനൗൺസ്ഡ് ട്രേഡ് പോളിസി റിഫോംസ്, അതായത് വ്യാപാര സംബന്ധമായിട്ടുള്ള പോളിസികളിലൊക്കെ എന്താണ്, റിഫോംസ് അനൗൺസ് ചെയ്യപ്പെട്ടു. ഇൻവോൾവിംഗ് റിലാക്സേഷൻ ഓഫ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ്, അതായത് ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിലുള്ള റെസ്ട്രിക്ഷൻസ് അതിന് എന്ത് കൊടുത്തു, റിലാക്സേഷൻ കൊടുത്തു. റിലാക്സേഷൻ ഓഫ് ദ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ്. അതേപോലെ തന്നെ സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ ഇൻ താരിഫ് റേറ്റില് എന്താണ്, സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ തന്നെ കൊണ്ടുവന്നു. അതേപോലെ വേറെയുള്ള കാര്യങ്ങൾ, അതായത് അതർ പോളിസി മെഷേഴ്സ് ഓൾ എയിംഡ് അറ്റ് ലിബറലൈസേഷൻ ഓഫ് കൺട്രോൾ, അതായത് ഈ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് നടത്തണം, ലിബറലൈസേഷൻ നടത്തണം. ആൻഡ് മാർക്കറ്റ് ഓറിയന്റേഷൻ ഓഫ് ദ ഇക്കണോമി വേർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ക്വിക്ക് സക്സഷൻ എന്നാണ് പറയുന്നത്. അതായത് ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഈ കൺട്രോളിങ് കാര്യങ്ങളിലൊക്കെ എന്താണ്, കുറച്ച് ഇളവ് വരുത്തണം. അതിന് വേണ്ടതായുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഗവൺമെന്റ് കൊണ്ടുവന്നത്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, അതായത് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്ങിന് എന്ത് ചെയ്തു, നിർത്തലാക്കി. എല്ലാ പ്രൊജക്റ്റിനുമല്ല, ഫോർ ഓൾ പ്രൊജക്ട് എക്സെപ്റ്റ് ഫോർ എ ഷോർട്ട് ലിസ്റ്റ് ഓഫ് ഇൻഡസ്ട്രീസ്, അതായത് ചില തരത്തിലുള്ള ഇൻഡസ്ട്രീസിന് എന്താണ്, നിർബന്ധം തന്നെയാണ് ഈ ലൈസൻസ് എടുക്കുക എന്നുള്ളത്. അതല്ലാത്ത ഏരിയാസ് അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസിന്റെ ലൈസൻസ് എടുക്കുക എന്നുള്ള ആ ഒരു കാര്യത്തെ എന്ത് ചെയ്തു, അബോളിഷ് ചെയ്യപ്പെട്ടു. അടുത്തത് റിപ്പീൽ ഓഫ് ദ ക്യാപിറ്റൽ ഇഷ്യൂസ്. റിപ്പീൽ ചെയ്യുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ റദ്ദ് ചെയ്യുക എന്നാണ്. റിപ്പീൽ ഓഫ് ദ ക്യാപിറ്റൽ ഇഷ്യൂസ് ആക്ട് ഇൻ മെയ് 1992. റിപ്പീൽ ഓഫ് ദ ക്യാപിറ്റൽ ഇഷ്യൂസ് ആക്ട് ഇൻ മെയ് 1992. സബ്ജക്റ്റിംഗ് കോർപ്പറേറ്റ് പബ്ലിക് ഇഷ്യൂസ് ടു ദ ഗൈഡ്ലൈൻസ് ഇഷ്യൂഡ് ബൈ സെബി under the SEBI Act 1992 for investor protection. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻവെസ്റ്റേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അടുത്ത പോയിന്റ് പറയുന്നത് റിമൂവൽ ഓഫ് ദ ത്രെഷോൾഡ് ലിമിറ്റ് ഓഫ് അസെറ്റ്സ് ഓഫ് ലാർജ് ആൻഡ് ഡോമിനന്റ് അണ്ടർടേക്കിംഗ്സ്. റിമൂവൽ ഓഫ് ത്രെഷോൾഡ് ലിമിറ്റ് ഓഫ് അസെറ്റ്സ്, അതായത് അസറ്റിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, റിമൂവൽ ചെയ്യപ്പെട്ടു. അതായത് എലിമിനേറ്റിംഗ് ദ റിക്വയർമെന്റ് ഓഫ് പ്രയർ അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ അണ്ടർടേക്കിംഗ്സ്. പുതിയ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ എന്താണ്, പ്രയർ അപ്രൂവൽ വേണം എന്നുള്ളത് എന്ത് ചെയ്യപ്പെട്ടു, എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. അതേപോലെ തന്നെ തുടങ്ങുന്നതിന് വേണ്ടി മാത്രമല്ല, എക്സ്പാൻഷൻ, മെർജ്, അമാൽഗമേഷൻ ആൻഡ് ടേക്ക് ഓവർ ഓഫ് കമ്പനീസ്. അപ്പൊ പുതിയ സംരംഭം തുടങ്ങാൻ, അതേപോലെ തന്നെ അതിന്റെ എക്സ്പാൻഷൻ, മെർജർ, അമാൽഗമേഷൻ ആൻഡ് ടേക്ക് ഓവർ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഗവൺമെന്റിന്റെ പ്രയർ അപ്രൂവൽ വേണം എന്നുള്ള ഒരു കാര്യത്തിന് എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. നെക്സ്റ്റ് വൺ, അപ്രൂവൽ ഓഫ് ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. അപ്രൂവൽ ഓഫ് ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അപ് ടു 51% ഫോറിൻ ഇക്വിറ്റി. അതായത് അപ്രൂവൽ ഓഫ് ഫോറിൻ
ഡയറക്റ്റ് ആയിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. എത്ര വരെ? 51% വരെ. And next one, reducing the number of industries served for the public sector to defense products, atomic energy, coal and lignite, mineral oils, railway transport and minerals. Also providing for private participation in some of these sectors. അതായത് കുറേ ഇൻഡസ്ട്രികൾ ഇപ്പം എന്താണ് പബ്ലിക്കായിട്ട് മാത്രമേ പറ്റൂ, അങ്ങനെയുള്ള ഒരു ലൈസൻസ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കൺട്രോളിങ് എന്ത് ചെയ്യപ്പെട്ടു? ഇല്ലാതാക്കപ്പെട്ടു. എന്നിട്ട് ചില കാര്യങ്ങൾ ആർക്കും കൂടെ അസൈൻ ചെയ്ത് കൊടുത്തു, പ്രൈവറ്റ് എന്റർപ്രൈസസിന് കൂടെ അസൈൻ ചെയ്ത് കൊടുത്തു. അതായത് അത് പ്രൈവറ്റ് ആയിട്ടും ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് ആക്കിയിട്ട് മാറ്റി. നെക്സ്റ്റ്, setting up a disinvestment commission. Setting up a disinvestment commission for identifying public sector undertakings for equity disinvestment. അതായത് ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷന് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? സെറ്റപ്പ് ചെയ്തു. സെറ്റിംഗ് അപ്പ് എ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ. ഇനി by an amendment of the Monopolies and Restrictive Trade Practices Act in 1991. അതായത് 1991 അല്ലേ ഒരു അമെൻമെന്റ്, മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്, നമ്മൾ MRTP എന്ന് ചുരുക്കി പറയും. അതിലെന്താണ് ഒരു അമെൻമെന്റ്. സെവറൽ ഓഫ് ഇറ്റ്സ് പ്രൊവിഷൻസ് വേർ ഒമിറ്റഡ് എന്നാണ് പറയുന്നത്. ഇതിലത്തെ കുറെ പ്രൊവിഷൻസ് എന്ത് ചെയ്യപ്പെട്ടു? ഒമിറ്റ് ചെയ്യപ്പെട്ടു, അതായത് ഒഴിവാക്കി. ഇവിടെ എക്സാമ്പിൾ ഒക്കെ പറയുന്നുണ്ട്. ഗവൺമെന്റ് ക്ലിയറൻസ് ഫോർ സബ്സ്റ്റാൻഷ്യൽ എക്സ്പാൻഷൻ, ഗവൺമെന്റ് ക്ലിയറൻസ് ഫോർ സബ്സ്റ്റാൻഷ്യൽ എക്സ്പാൻഷൻ. അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞുള്ളൂ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസ് എടുത്തു മാറ്റി എന്ന് പറഞ്ഞു. എസ്റ്റാബ്ലിഷ്മെന്റ് ഫോർ എ ന്യൂ അണ്ടർടേക്കിംഗ്, മെർജർ, ടേക്ക് ഓവർ എക്സെട്ര, ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ എന്താണ് അവോയ്ഡ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇതിന്റെ റിസൾട്ട് ആയിട്ട് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് were free to expand without any restriction. പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു? എക്സ്പാൻഷൻ ചെയ്യാനായിട്ട് സാധിച്ചു. എന്നാലും regulation of monopolistic and unfair trade practices, government could exercise their power. ഇങ്ങനെ കുറെ കാര്യങ്ങളിലൊക്കെ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റിൻ്റെതായിട്ടുള്ള പവറുകൾ എന്ത് ചെയ്യും? എക്സസൈസ് ചെയ്യപ്പെടും. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി. അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ അല്ലേ? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. ക്യാരീസ് ഔട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. എന്താണ് ഇവര് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്താണ് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ് ആസ് പെർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ്ജക്ട്. അതായത് ഏത് കാര്യമാണോ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണോ അതിനനുസരിച്ചുള്ള ഫങ്ഷൻസ് ആരാണ് പെർഫോം ചെയ്യപ്പെടുന്നത്? പ്രൈം മിനിസ്റ്റർ ആണ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആസ് എ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഓഫ് ദ യൂണിയൻ ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ പ്രസിഡന്റ് ഓൾ ഡിസിഷൻസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രസിഡന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? പ്രൈം മിനിസ്റ്ററുടെ ഡ്യൂട്ടിയാണ്. റിലേറ്റിംഗ് ടു, ഞാൻ ഡിസിഷൻ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് അഫയേഴ്സ് ഓഫ് ദ യൂണിയൻ ആൻഡ് പ്രൊപ്പോസൽസ് ഫോർ ലെജിസ്ലേഷൻ. അതായത് അഫയേഴ്സ് ഓഫ് ദ യൂണിയൻ, യൂണിയൻ്റെതായുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ പ്രൊപ്പോസൽസ് ഫോർ ലെജിസ്ലേഷൻ. അങ്ങനെ ലെജിസ്ലേഷനിലേക്ക് എന്തെങ്കിലും പ്രൊപ്പോസൽ ഉണ്ട്, അതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൈം മിനിസ്റ്റർ ആണ് അത് ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കൊടുക്കേണ്ടത്? പ്രസിഡന്റിന് ചെയ്തു കൊടുക്കേണ്ടത്. ഇനി ഈ മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓഫ് ദ ഗവൺമെന്റ് ട്രാൻസാക്റ്റഡ് ഇൻ ദ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റ്സ്, സെക്രട്ടേറിയറ്റ്സ് ആൻഡ് ഓഫീസസ് അല്ലേ? കൂടുതലായിട്ടും മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓഫ് ദ ഗവൺമെന്റ് ട്രാൻസാക്റ്റഡ് ഇൻ ദ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റ്, സെക്രട്ടേറിയറ്റ്സ് ആൻഡ് ഓഫീസസ്. അങ്ങനെയുള്ളവിടെയാണ് കൂടുതലായിട്ടും എന്താണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇനി യൂണിയൻ ഗവൺമെന്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെന്റ്. യൂണിയൻ ഗവൺമെന്റിൽ എന്താണ് കുറെ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട് അല്ലെങ്കിൽ മിനിസ്ട്രീസ് ഉണ്ട് അല്ലേ? അപ്പോൾ സെക്രട്ടേറിയറ്റ്സ് ആൻഡ് ഓഫീസേഴ്സ് ടു പെർഫോം സർട്ടൻ അതർ ഫങ്ഷൻസ്. അതായത് ഓരോരുത്തർക്കും എന്താണ് ഓരോരോ ഡ്യൂട്ടീസ് ഉണ്ട്. സെക്രട്ടേറിയറ്റ്സ് ആൻഡ് ഓഫീസേഴ്സ് ടു പെർഫോം സർട്ടൻ അതർ ഫങ്ഷൻസ്, അവർക്ക് മറ്റേ പലതരത്തിലുള്ള ഫങ്ഷൻസും പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ സ്റ്റേറ്റ്, അതേപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് ഹെഡഡ് ബൈ ചീഫ് മിനിസ്റ്റേഴ്സ്.
He assigned the different portfolios to the ministers. അദ്ദേഹം എന്ത് ചെയ്യുന്നു? Assign the different portfolios to the ministers. He controls entire bureaucracy. He is assisted by chief secretary. അപ്പോൾ ഇദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ചീഫ് സെക്രട്ടറി ആണ്. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിലെ അല്ലെങ്കിൽ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി റിലേറ്റഡ് സെറ്റപ്പ്. ഈ സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രിയൽ റെഗുലേഷൻ which prevailed before 1991, അതായത് ഈ ഇൻഡസ്ട്രിയൽ റെഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റം നിലനിന്നിരുന്നത് ബിഫോർ 1991, 1991 മുന്നേയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്? വാസ് സ്ട്രീം ലാൻഡ് ഇൻ 1973. എപ്പോഴാണ്? 1973. ഇനി ഈ സിസ്റ്റം പ്രകാരം അതായത് പ്രീ ഇൻവെസ്റ്റ്മെന്റ് അപ്രൂവൽ in respect of letters of intent, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, ഫോറിൻ കൊളാബറേഷൻ, ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ക്ലിയറൻസ് etc. were placed under the overall supervision of a special committee known as PAB or Project Approval Board. അതായത് ഈ 1973 അല്ലെങ്കിൽ 1991 മുന്നേയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് പറഞ്ഞു, ഫോറിൻ കൊളാബറേഷൻ, അതേപോലെ തന്നെ ഇമ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ക്ലിയറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂപ്പർവിഷൻ, അതേപോലെ തന്നെ ഗൈഡൻസ് എന്ന് പറയുന്നതൊക്കെ എന്താണ് നോക്കി നടത്തിക്കൊണ്ടിരുന്നത് ഒരു പ്രത്യേക കമ്മിറ്റിയാണ്. അതിനെ പറയുന്ന പേരാണ് പ്രോജക്റ്റ് അപ്രൂവൽ ബോർഡ്. ചുരുക്കത്തിൽ അതിനെ എന്തെന്ന് പറയാവുന്നതാണ്? PAB. ഇനി ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റി, അതായത് എക്സിസ്റ്റിംഗ് കമ്മിറ്റി, അതായത് ലൈസൻസിംഗ് കമ്മിറ്റി, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ബോർഡ്, ക്യാപിറ്റൽ ഗുഡ്സ് കമ്മിറ്റി and the licensing MRTP committee were to function as committees of PAB. അതായത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ? ലൈസൻസിംഗ് കമ്മിറ്റി, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ബോർഡ്, ക്യാപിറ്റൽ ഗുഡ്സ് കമ്മിറ്റി, ലൈസൻസിംഗ് MRTP കമ്മിറ്റി were to function as committees of PAB. ഇപ്പൊ ഇതൊക്കെയാണ് എന്തായിട്ട് പ്രവർത്തിക്കുന്നത്? PABയുടെ കമ്മിറ്റിയായിട്ട് പ്രവർത്തിക്കുന്നത്. ടു സെർവ് ദ PAB, അതായത് ഈ PABയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് a secretariat for industrial approval, അതായത് അതിന് SIA എന്ന് പറയും, സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ടു ഫങ്ഷൻ ആസ് എ സെപ്പറേറ്റ് ഡിവിഷൻ ഇൻ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സിവിൽ സപ്ലൈസ്. അതായത് ഇങ്ങനെ ഒരു പ്രത്യേക ടു സെർവ് ദ PAB, അതിനെ അല്ലെങ്കിൽ ആ കമ്മിറ്റിയെ എന്താണ് സെർവ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് എ സെക്രട്ടേറിയറ്റ് for industrial approval was set up to function as a separate division. അങ്ങനെ ഒരു പ്രത്യേക ഡിവിഷൻ തന്നെ എവിടെ ഉണ്ട് എന്നാ പറയുന്നത്? ഇൻ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സിവിൽ സപ്ലൈസിൽ ഉണ്ട്. ഇനി ഇവിടെ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അല്ലേ, എപ്പോഴും സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് എന്താണ് പ്രശ്നങ്ങൾ തന്നെയാണ്. ആൾസോ ബീൻ എ മാറ്റർ ഓഫ് സീരിയസ് കൺസേൺ for the industries ministry at the center and in the state. സെൻട്രലായിക്കോട്ടെ അതേപോലെ തന്നെ സ്റ്റേറ്റിലായിക്കോട്ടെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ തന്നെയാണ്. റിസ്ക് ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ ഹാവ് ബീൻ മെയ്ഡ് അവൈലബിൾ ടു സ്മോൾ ഇൻഡസ്ട്രീസ് ഫ്രം ദ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അതായത് ഈ സ്മോൾ ഇൻഡസ്ട്രീസിന് ആര് പ്രൊവൈഡ് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അവൈലബിൾ ആക്കുകയാണ്? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, SIDC, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും അവൈലബിൾ ആക്കുകയാണ്. എ നാഷണൽ ഇക്വിറ്റി ഫണ്ട്, അതിന് NEF എന്ന് പറയും. എ നാഷണൽ ഇക്വിറ്റി ഫണ്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെന്റ് ഇൻ ഇന്ത്യ ഇൻ 1987-88. അതായത് 1987-88 കാലഘട്ടത്തിൽ ഒരു നാഷണൽ ഇക്വിറ്റി ഫണ്ട് തന്നെ ആര് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിച്ച് സ്പെസിഫിക്കലി പ്രൊവൈഡഡ് ഫോർ അസിസ്റ്റൻസ് ടു ദ സ്മോളർ എമംഗ്
ദ സ്മോൾ സ്കെയിൽ യൂണിയൻ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാന്നുണ്ടെങ്കിൽ അത് ആ ഒരു സ്കീം എന്ന് പറയുന്നത് എന്തിനാണ്? പ്രൊവൈഡ് ഫോർ അസിസ്റ്റൻസ് ടു ദ സ്മോൾ ഇൻഡസ്ട്രീസ്, അതായത് ചെറിയ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടതായിട്ടുള്ള ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടതായിട്ടുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഇതിൽ അടുത്തൊരു പോയിന്റ് പറയുന്നത് യൂണിയൻ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ഹാസ് ബീൻ ഇൻവോൾവ്ഡ് in import licensing through the controller of imports and exports. അതായത് കൊമേഴ്സിന്റെ യൂണിയൻ മിനിസ്ട്രി ഏതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്? ഇൻവോൾവ്ഡ് ഇൻ ഇമ്പോർട്ട് ലൈസൻസിങ് ത്രൂ ദ കൺട്രോളർ ഓഫ് imports and exports. ഇനി ഈ under the import export policy until 1991 it was also concerned with regulations pertaining to foreign exchange earnings and import promotion. അതായത് under the import export policy until 1991 it was also concerned with regulations pertaining to foreign exchange earnings and import promotion. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ പറയാം.